ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറം 2.3.6 ആണ്. തിയറത്തിൽ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഗാമയും ഗാമ ടിൽഡയും രണ്ട് യൂണിറ്റ് സ്പീഡ് കർവ്സ് ഇൻ R3 ആണെന്ന് വിചാരിക്കുക. ഇവര് രണ്ടുപേർക്കും സെയിം കർവേച്ചർ ആണ് എല്ലാ ഭാഗങ്ങളിലും. മാത്രമല്ല ആ കർവേച്ചർ പോസിറ്റീവും കൂടിയാണ്. കൂടാതെ രണ്ടുപേർക്കും എല്ലാ ഭാഗത്തും സെയിം ടോർഷനും കൂടിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവര് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ഐസോമെട്രി R3 കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഗാമ ടിൽഡ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എം ഓഫ് ഗാമ ഓഫ് എസ്, വേർ എം എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് ഐസോമെട്രി ഇൻ R3 ആണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ എന്താണെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് സ്മൂത്ത് ഫങ്ഷൻസ് ഉണ്ട്, കെയും ടിയും എന്ന് വിചാരിക്കുക. കൂടാതെ കെ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും കൂടിയാണ് എല്ലാവിടെയും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു യൂണിറ്റ് സ്പീഡ് കർവ് R3 കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, സച്ച് ദാറ്റ് ആ കർവിന്റെ ടോർഷൻ എന്ന് പറയുന്നത് ടിയും കർവേച്ചർ എന്ന് പറയുന്നത് കെയും ആയിരിക്കും എന്നാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യുന്നതിൽ കിടക്കാം. അതായത് രണ്ട് യൂണിറ്റ് സ്പീഡ് കർവുകൾ എടുത്താൽ അവർക്ക് എല്ലാ ഭാഗത്തും പോസിറ്റീവ് ആയിട്ടുള്ള കർവേച്ചർ ആണ്, സെയിം കർവേച്ചർ ആണ്, ആൻഡ് അവർക്ക് എല്ലാവരുടെയും സെയിം ടോർഷൻ ആണെങ്കിൽ അവർ രണ്ടുപേരും കണക്ട് ചെയ്യുന്ന ഒരു ഐസോമെട്രി ഉണ്ടാവും എന്ന് പറയുന്ന ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്നു ഗാമയുടെ ടാൻജന്റ് വെക്ടറും പ്രിൻസിപ്പൽ നോർമൽ വെക്ടറും ബൈനോർമൽ വെക്ടറും ആണ് ടിയും എന്നും ബിയും. അതുപോലെ തന്നെ ഗാമ ടിൽഡയുടെ ആണ് ടി ടിൽഡ എൻ ടിൽഡ ബി ടിൽഡ എന്ന് പറഞ്ഞെടുക്കുന്നു. നമ്മളിവിടെ പാരാമീറ്റർ എസിലാണ് കാര്യങ്ങൾ എഴുതുന്നത്. അതിലെ ഒരു ഫിക്സഡ് വാല്യൂ ആയ എസ് നോട്ടിനെ നമ്മൾ എടുക്കണം. ഒന്ന് ഒരു വാല്യൂവിന് ഫിക്സ് ചെയ്ത് എസ് നോട്ട് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി തീറ്റ എന്ന് പറയുന്നത് ടി ഓഫ് എസ് നോട്ടും ടി ടിൽഡ ഓഫ് എസ് നോട്ടും തമ്മിലുള്ള ആംഗിൾ ആണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. റോ ബി ദ റൊട്ടേഷൻ ത്രൂ ആൻ ആംഗിൾ തീറ്റ around the axis passing through the origin and perpendicular to both of these vectors. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ ഗാമയുടെ എസ് നോട്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഗാമ ഓഫ് എസ് നോട്ടിൽ വരയ്ക്കുന്ന ആളാണ് ടാൻജന്റ് വെക്ടർ ആണ് ടി ഓഫ് എസ് നോട്ട്. അതുപോലെ ഗാമ ടിൽഡ ഓഫ് എസ് നോട്ടിൽ വരയ്ക്കുന്ന ടാൻജന്റ് വെക്ടർ ആണ് ടി ടിൽഡ ഓഫ് എസ് നോട്ട്. ഇവര് തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഈ രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു വെക്ടർ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വെക്ടർ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പന്നെ. ആ വെക്ടറിനെ ആക്സിസ് ആക്കി വെച്ചിട്ട് നമ്മൾ തീറ്റ ആംഗിള് റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിനെ വിളിക്കുന്ന പേര് റൊട്ടേഷനെ റോ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ടി ടിൽഡ ടി പോയി ടി ടിൽഡ ആവും, അത്രയേ ഉള്ളൂ. ആ ആക്സിസിനെ വെച്ചിട്ട് ആ ആക്സിസിമേൽ അതിനെ ഒരു പോയിന്റ് ആക്കിയിട്ട്, അതായത് ഇപ്പോൾ എൻ്റെ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം എൻ്റെ തമ്പാണ് ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് എങ്കിൽ അതിനെ അങ്ങനെ വെച്ചിട്ട് നമ്മൾ താഴെ ഈ രീതിക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരിക. അപ്പൊ എന്താ സംഭവിക്കുക? ഈ തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടി ഓഫ് എസ് നോട്ട് പോയിട്ട് ടി ടിൽഡ ഓഫ് എസ് നോട്ട് ആവും അല്ലേ. അപ്പൊ റോ ഓഫ് ടി ഓഫ് എസ് നോട്ട് എന്ന് പറയുന്നത് പോയിട്ട് ടി ടിൽഡ ഓഫ് എസ് നോട്ട് ആവും. അതുപോലെ കറസ്പോണ്ടിങ് ആയി നിങ്ങളുടെ നോർമലുകളും കുറച്ച് തിരിയും. അയാളുടെ ഇമേജസിനെ നമുക്ക് എൻ ക്യാപ്പ് എന്നും ബി ക്യാപ്പ് എന്നും വിളിക്കാം. അതായത് റോ ഓഫ് എൻ ഓഫ് എസ് നോട്ടിനെ എൻ ക്യാപ്പ് എന്നും റോ ഓഫ് ബി ഓഫ് എസ് നോട്ടിനെ ബി ക്യാപ്പ് എന്നും വിളിക്കാം. ഇനി ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ എൻ ക്യാപ്പ് ആൻഡ് എൻ ടിൽഡ ഓഫ് എസ് നോട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ എങ്ങനെയാ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ റോ ഡാഷ് ബി ദ റൊട്ടേഷൻ ത്രൂ ആൻ ആംഗിൾ 5 ഡിഗ്രി റൊട്ടേഷൻ ആണ്. എങ്ങനെയാ റൊട്ടേറ്റ് ചെയ്യേണ്ടത്? അറൌണ്ട് ദ ആക്സിസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ പാരലൽ ടു ടി ടിൽഡ ഓഫ് എസ് നോട്ട്. അപ്പൊ അതെങ്ങനെയാ വരിക എന്നുള്ളത് നോക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ എക്സ് ആക്സിസിന് R3 ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഒക്ടന്റ് ഒന്ന് മനസ്സിൽ കാണാം. നമ്മൾ ഉണ്ടാക്കാറില്ലേ സ്കൂളുകളിലൊക്കെ കാർഡ്ബോർഡ് വെച്ചിട്ട്, ആ ഒക്ടന്റ് മനസ്സിൽ കാണാം. അപ്പൊ താഴെ നിങ്ങളുടെ എക്സ് ആക്സിസ് എങ്ങനെ ഉണ്ടാവും. ആ എക്സ് ആക്സിസിന് പാരലലായിട്ട് ഞാൻ തിരിക്കുമ്പോൾ ഒരു റൊട്ടേഷൻ വരുത്തുകയാണെങ്കിൽ ആരെയാണ് ഞാൻ ശരിക്കും റൊട്ടേറ്റ് ചെയ്യുക? എക്സ് ആക്സിസിനെ പാരലൽ ആക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എക്സ് ആക്സിസിന്റെ
ആ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതിന് ചേഞ്ച് ഉണ്ടാവില്ല. എനിക്ക് അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ എൻ്റെ വൈസെഡ് പ്ലെയിനിനെ ആയിരിക്കും. ഓക്കെ, അതായത് ഏത് ആക്സിസിനെയാണോ നമ്മൾ പാരലാക്കി വെക്കുന്നത് അയാളുടെ പോയിന്റ്സിനെ ഫിക്സഡ് ആയിരിക്കും, മറ്റു പോയിന്റ്സ് ആവും ചേഞ്ച് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ടി ടിൽഡ ഓഫ് എസ് നോട്ടിന് പാരലായിട്ട് എടുക്കുന്ന ഒരു ആക്സിസിലാണ് ഫൈ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, റോ ഡാഷ് എന്നുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യും, ഈ റോ ഡാഷ് ഈ ടി ടിൽഡ ഓഫ് എസ് നോട്ടിനെ ഫിക്സ് ചെയ്യും, ബാക്കി രണ്ടുപേരെയും മാറ്റും. അപ്പോൾ ബാക്കി രണ്ടുപേരെയും മാറ്റുമ്പോൾ നിങ്ങളുടെ എൻ ക്യാപ്പിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും, എൻ ടിൽഡയ്ക്ക് കൊണ്ടുപോകും. കാരണം എൻ ക്യാപ്പും എൻ ടിൽഡയും തമ്മിലുള്ള ആംഗിളാണ് റോ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റോ ഡാഷ് ഓഫ് എൻ ക്യാപ്പ് എന്തായിരിക്കും, എൻ ടിൽഡ ഓഫ് എസ് നോട്ട് ആയിരിക്കും. ഇനി നമുക്കറിയാം ടി എൻ ബി ഫ്രെയിം വെച്ചിട്ട് ടി ഓഫ് എസ് നോട്ട്, എൻ ഓഫ് എസ് നോട്ട്, ബി ഓഫ് എസ് നോട്ട് എന്ന് പറഞ്ഞ് 3 വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് R3യുടെ ഒരു റൈറ്റ് ഹാൻഡഡ് ഓർത്തോനോർമൽ ബേസിസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ടി ടിൽഡ എസ് നോട്ടും, എൻ ടിൽഡ എസ് നോട്ടും, ബി ടിൽഡ എസ് നോട്ടും. ഓക്കെ, അപ്പോൾ അവർ രണ്ടുപേരും തന്നെ R3യുടെ ഓർത്തോനോർമൽ ബേസിസ് ആണ്, പരസ്പരം എല്ലാവരുടെയും ഓർത്തോനോർമൽ ബേസിസ് ആണെന്നുള്ളതിന് തന്നെ ക്ലിയർ ആണ്, പരസ്പരം അവർ തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അങ്ങനെയാണെങ്കിൽ എം എന്ന് പറഞ്ഞ ഒരു ഡയറക്റ്റ് ഐസോമെട്രി ആയിട്ട് ഞാൻ ഇയാളെ എടുത്തു കഴിഞ്ഞാൽ ആ ഡയറക്റ്റ് ഐസോമെട്രി ആയ എം എന്ന് പറയുന്ന ആളിൽ ഞാൻ എൻ്റെ അതായത് ഗാമയിൽ ഞാൻ എൻ്റെ എം അപ്ലൈ ചെയ്താൽ എനിക്ക് റിസൾട്ടൻ്റ് ഒരു ഇമേജ് കിട്ടുമല്ലോ. ആ കർവിനെ ഞാൻ ക്യാപിറ്റൽ ഗാമയാക്കി വിളിച്ചാൽ ആ ക്യാപിറ്റൽ ഗാമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ക്യാപിറ്റൽ ഗാമ ഒരു യൂണിറ്റ് സ്പീഡ് കർവായിരിക്കും. മാത്രമല്ല ആ ക്യാപിറ്റൽ ഗാമയുടെ ടാൻജന്റ്, യൂണിറ്റ് ടാൻജന്റ്, പ്രിൻസിപ്പൽ നോർമൽ ആൻഡ് ബൈനോർമൽ വെക്ടേഴ്സ് ആണ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ എൻ, ക്യാപിറ്റൽ ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഈ ഒരു റിലേഷനും ഹോൾഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ അത് പറയാനായിട്ട് നമുക്ക് ഒരു എക്സസൈസ് നോക്കണം, എക്സസൈസ് 2.3.5. അപ്പൊ ആദ്യം നമുക്ക് ആ എക്സസൈസ് നോക്കിയിട്ട് ഒന്നും കൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കാം. എക്സസൈസ് 2.3.5 എന്താ പറയുന്നത് എന്ന് നോക്കാം. നിങ്ങൾക്കൊരു ഓർത്തോഗണൽ മെട്രിക്സ് ഉണ്ട് പി എന്ന് വിചാരിക്കാം. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു പോയിന്റിനെ നിങ്ങൾ ഫിക്സ് ചെയ്തേക്കുന്നു. അതിപ്പോൾ RNലോ R3ലോ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒക്കെ R3യിലാണ് കാര്യങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മളിവിടെ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത് RNലാണ്, അത് ഇതിലേക്കും ബാധകം തന്നെയാണ്. അപ്പൊ എങ്ങനെയാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ഒരു എമ്മിനെ ഡിഫൈൻ ചെയ്യാണ്. അതായത് ഓർത്തോഗണൽ മെട്രിക്സ് ഇൻറ്റു വി എന്ന് പറഞ്ഞ വെക്ടർ എ പ്ലസ് എ. ഏത് വി എന്നുള്ള വെക്ടർ നിങ്ങൾ R3യിൽ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഇത്തരത്തിലാണ് അയാളുടെ എം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ എം ഐസോമെട്രി ഓഫ് R3 ആണെന്ന് പറയണം. പിന്നെ ഈ എം വെച്ചിട്ട് നിങ്ങൾ ഗാമ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് സ്പീഡ് കർവിന് RN എടുത്താൽ എം ഓഫ് ഗാമ, അതായത് ഇമേജ് അണ്ടർ ഓഫ് ഗാമ അണ്ടർ എം എന്ന് പറയുന്ന ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്നത് യൂണിറ്റ് സ്പീഡ് കർവാണ്. മാത്രമല്ല നമ്മുടെ സ്മോൾ ഗാമയുടെയും ക്യാപിറ്റൽ ഗാമയുടെയും യൂണിറ്റ് ടാൻജന്റ്, പ്രിൻസിപ്പൽ നോർമൽ, ബൈനോർമൽ, സ്മോൾ ടി, സ്മോൾ എൻ, സ്മോൾ ബി എന്നുള്ളത് ഗാമയുടെയും ക്യാപിറ്റൽ ഗാമയുടെ ടിയും എന്നും ബിയും ആണെങ്കിൽ അവരെ പരസ്പരം നിങ്ങൾക്ക് ഈ രീതിയിൽ റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമെന്ന് കാണിക്കണം. അപ്പൊ ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ എം ഐസോമെട്രി ആണെന്നാണ്. അപ്പൊ ഐസോമെട്രി ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യണം. വിയും ഡബ്ല്യൂയും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം എം ഓഫ് വിയും എം ഓഫ് ഡബ്ല്യൂയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ അത് പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. So for v comma w belongs to Rn, what is norm of m of v minus m of w square? അപ്പൊ നമുക്കറിയാലോ നമുക്കൊരു നോം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് എ ആണ് എന്നറിയാം. അപ്പൊ ഇവിടെ നമ്മൾ ആ ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ എഴുതി കൊടുക്കണം. ദെൻ എമ്മിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ എ ക്യാൻസൽ ആയി പൊക്കോളും ഇതിലും. അപ്പൊ നിങ്ങൾക്ക് ഈ രീതിയിൽ കിട്ടും. ഇനി ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യണം. ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് പറഞ്ഞാൽ 2 വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് പറഞ്ഞാൽ ഒരാളുടെ വി ട്രാൻസ്പോസ് ഡബ്ല്യു ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ആളുടെ ട്രാൻസ്പോസ് ഇൻറ്റു രണ്ടാമത്തെ വെക്ടർ. അപ്പോൾ ഇവിടെ പി പറയുന്നത് ഒരു മെട്രിക്സ് ആണല്ലോ. വിയും ഡബ്ല്യുവും നിങ്ങൾക്ക് വെക്ടേഴ്സ് ആണ്. അപ്പൊ പി വി മൈനസ് പി ഡബ്ല്യുവിനെ വേണമെങ്കിൽ മെട്രിക്സിന്റെ ഇത് വെച്ചിട്ട് പി ഇൻറ്റു വി മൈനസ് ഡബ്ല്യു എന്ന് എഴുതാം.
അതുപോലെ ഇതിലും എഴുതാം. ഇനി നമുക്കറിയാം എ ബി ഹോൾ ട്രാൻസ്പോസ് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഇവിടെ വി മൈനസ് ഡബ്ല്യു ട്രാൻസ്പോസ് പി ട്രാൻസ്പോസ്, പിന്നെ ഈ പി വി മൈനസ് ഡബ്ല്യു ഇങ്ങനെയുണ്ട്. പി ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം പി ട്രാൻസ്പോസ് പി ഐഡന്റിറ്റി ആണ്. അപ്പൊ ഇത് ഐഡന്റിറ്റി ആയി പോയി ഈ രീതിയിൽ വരും. ഇപ്പൊ ഇതില് നേരത്തെ ഉപയോഗിച്ച ആളുടെ തിരിച്ച്, അതായത് എ ഡോട്ട് എ നോം എ സ്ക്വയർ ആണെന്ന് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ ശരിക്കും അപ്പൊ വി മൈനസ് ഡബ്ല്യു ഡോട്ട് വി മൈനസ് ഡബ്ല്യു ആണ്. ഡോട്ട് പ്രോഡക്റ്റിന്റെ നമ്മൾ ഇവിടെ കൊടുത്തതിനെ തിരിച്ച് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നോം വി മൈനസ് ഡബ്ല്യു സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നോം എം ഓഫ് വി മൈനസ് എം ഓഫ് ഡബ്ല്യു സ്ക്വയർ ഈക്വൽ ടു നോം വി മൈനസ് ഡബ്ല്യു സ്ക്വയർ എന്ന് കിട്ടും. അതായത് നോം ഓഫ് എം ഓഫ് വി മൈനസ് എം ഓഫ് ഡബ്ല്യു ഈക്വൽ ടു നോം ഓഫ് വി മൈനസ് ഡബ്ല്യു എന്ന് കിട്ടും. അപ്പൊ നോം പ്രിസർവ് ചെയ്യണമെന്ന് കിട്ടും. ദെൻ 1 ആണെന്ന് കാണിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എം 1 ആണെന്ന് കാണിക്കാൻ പി വി പ്ലസ് എ ഈക്വൽ ടു പി ഡബ്ല്യു പ്ലസ് എ വെട്ടിപ്പോവും. അപ്പൊ പി ഇൻ വി ഈക്വൽ ടു പി ഡബ്ല്യു എന്ന് കിട്ടും. അപ്പൊ പി ഇൻറ്റു വി മൈനസ് ഡബ്ല്യു ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. പി ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ പി ഇൻവേർട്ടിബിൾ ആണെന്ന് അറിയാം. രണ്ട് സൈഡും പി ഇൻവേഴ്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്താൽ വി മൈനസ് ഡബ്ല്യു ഈക്വൽ ടു 0 ഈക്വൽ ടു ഡബ്ല്യു ആണെന്ന് കിട്ടും. സിമിലർലി ഈ ഓർത്തോഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ ആ ഇൻവേർട്ടിബിൾ വെച്ച് തന്നെ നിങ്ങൾക്ക് ഏത് എടുത്തു കഴിഞ്ഞാലും ഇപ്പുറത്ത് നിങ്ങൾക്ക് ഒരു പ്രീ ഇമേജും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഓൺ ടു ആണ് എം എന്നും കിട്ടും. അപ്പോൾ 1 ആണ്, ഓൺ ടു ആണ്, എന്താണ് നോം പ്രിസർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എം നിങ്ങൾക്ക് ഐസോമെട്രി ആണെന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് കിട്ടേണ്ടത് നമ്മളെ ഒരു ആറിനിലെ യൂണിറ്റ് സ്പീഡ് ഗാമ എടുത്താൽ അയാളുടെ ഇമേജ് അണ്ടർ ഗാമ എന്ന് പറയുന്ന എം ഓഫ് ഗാമേനെ ക്യാപിറ്റൽ ഗാമ എന്ന് വിളിക്കുകയാണെങ്കിൽ അതും ഒരു യൂണിറ്റ് സ്പീഡ് കർവ് ആണെന്ന് കാണിക്കണം. അപ്പൊ ഈ ക്യാപിറ്റൽ ഗാമ യൂണിറ്റ് സ്പീഡ് കർവ് ആണെന്ന് കാണിക്കാൻ നോം ഓഫ് ഗാമ ഡോട്ട് നിങ്ങൾക്ക് എന്താണെന്ന് കാണിക്കണം? 1 ആണ് എന്ന് കാണിക്കണം. അപ്പൊ നമുക്കറിയാം ഗാമ ഈക്വൽ ടു എം ഓഫ് സ്മോൾ ഗാമ ദാറ്റ് ഈസ് പി ഗാമ പ്ലസ് എ എന്നുള്ളതാണ് വരിക. രണ്ട് സൈഡും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ഗാമ ഡോട്ട് ഈക്വൽ ടു പി ഗാമ ഡോട്ട് എന്ന് വരും. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ പി ടി ആണെന്ന് വരും. അവിടുത്തെ ഒരു ചെറിയൊരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ നിന്നോട്ടെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരത്തെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നോം ഗാമ ഡോട്ട് 1 ആണെന്ന് കാണിക്കാൻ നോം സ്ക്വയർ ഗാമ ഡോട്ട് 1 ആണെന്ന് കാണിച്ചാൽ മതി. ഇപ്പൊ നോം സ്ക്വയർ ഗാമ ഡോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡോട്ട് പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ പി ഗാമ ഡോട്ട് ഡോട്ട് പി ഗാമ ഡോട്ട് ആണ്. ദെൻ അവിടെ നിങ്ങൾ ആ ട്രാൻസ്പോസിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ പി ഗാമ ഡോട്ട് ട്രാൻസ്പോസ് പി ഗാമ ഡോട്ട് കിട്ടും. ദെൻ അഗെയിൻ നേരത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്പൊ ഗാമ ഡോട്ട് ട്രാൻസ്പോസ് പി ട്രാൻസ്പോസ് പി 1 ആയി പോവും. സോ ഗാമ ഡോട്ട് ട്രാൻസ്പോസ് ഗാമ ഡോട്ട് കിട്ടും, വിച്ച് ഈസ് ഗാമ ഡോട്ട് ഡോട്ട് ഗാമ ഡോട്ട് ആണ്. ഇന്നർ പ്രോഡക്റ്റിന്റെ തിരിച്ച് അപ്ലൈ ചെയ്തു. നമുക്കറിയാലോ ഗാമ യൂണിറ്റ് സ്പീഡ് കർവാണ്. അപ്പൊ ഗാമ ഡോട്ട് ഗാമ ഡോട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതായത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് നോം ഗാമ ഡോട്ട് സ്ക്വയർ 1 ആണ്, അഥവാ നോം ഗാമ ഡോട്ട് 1 ആണ്. അഥവാ നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങളുടെ എം ഓഫ് ഗാമ ആയ ക്യാപിറ്റൽ ഗാമ ഒരു യൂണിറ്റ് സ്പീഡ് കർവാണ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ രണ്ടാമത്തെ പാർട്ടും പ്രൂവ് ചെയ്തു. ഇനി ഇവരുടെ ടാൻജന്റ് വെക്ടർ, പ്രിൻസിപ്പൽ നോർമൽ, ബൈ നോർമൽ തമ്മിലുള്ള കണക്ഷൻ ആണ് ശരിയാക്കേണ്ടത്. അതും നമുക്ക് നോക്കാം. അപ്പൊ അതില് നമ്മുടെ ഒരു പാർട്ട് നമ്മൾ ചെയ്തു. ശരിക്കും ക്യാപിറ്റൽ ടി ഈക്വൽ ടു പി ഇൻറ്റു സ്മോൾ ടി നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാപിറ്റൽ എൻ ഈക്വൽ ടു പി ഇൻറ്റു സ്മോൾ എൻ എന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു കർവേച്ചർ ക്യാപിറ്റൽ എന്നെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് അവിടെ ഒരു കർവേച്ചറുടെ ഒരു കാര്യം വരുന്നുണ്ട് അല്ലെ. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ശരിക്കും 1/kappa ക്യാപിറ്റൽ ടി ഡോട്ട് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ പറയുക, ആ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ പി ടിയിൽ നിന്ന് നിങ്ങൾക്ക് പി ടി ഡോട്ട് ആണ് എന്ന് എഴുതാം. അപ്പൊ അതിലത്തെ പി നിങ്ങളുടെ എന്താ പറയുക മെട്രിക്സ് ആയതുകൊണ്ട് നിങ്ങൾ അയാളെ പുറത്താക്കിയിട്ട് പി ഇൻറ്റു 1/kappa ടി ഡോട്ട് ആണെന്ന് എഴുതാം. ഇനി ഇതെന്താണെന്ന് നമുക്ക് നോക്കണം. ഇത് n ആണെന്നാണ് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ടി ഡോട്ട് ബൈ കാപ്പ സ്മോൾ n ആണെന്ന് കിട്ടണമെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക വലിയ കർവിന്റെ കർവേച്ചറയാണ് നിങ്ങൾ കാപ്പ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ചെറിയ കർവിന്റെ കർവേച്ചറും നിങ്ങൾക്ക് എന്ത് തന്നെയാണെന്ന് കിട്ടണം? കാപ്പ തന്നെയാണെന്ന് കിട്ടണം. അപ്പൊ അതിനു വേണ്ടി നമ്മളൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്കണം. അതായത് രണ്ട് കർവും സ്മോൾ ഗാമയ്ക്കും ക്യാപിറ്റൽ ഗാമയ്ക്കും സെയിം കർവേച്ചർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാം. നമുക്കറിയാം കാപ്പ എന്ന് പറഞ്ഞാൽ നോം ഗാമ ഡബിൾ ഡോട്ട് ആണ്. സ്മോൾ ഗാമയും ക്യാപിറ്റൽ ഗാമയുടെയും രണ്ടിന്റെയും നോക്കണം.
അപ്പൊ ഗാമ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ പി ഗാമ ഡബിൾ ഡോട്ട് സ്മോൾ ഗാമ ഡബിൾ ഡോട്ട് ആണ് വരിക. അപ്പൊ കാപ്പ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നോം ഗാമ ഡബിൾ ഡോട്ട് സ്ക്വയർ, ദാറ്റ് ഈസ് നോം പി ഗാമ ഡബിൾ ഡോട്ട് സ്ക്വയർ, ദാറ്റ് ഈസ് അഗെയിൻ നമ്മുടെ ഇന്നർ പ്രോഡക്റ്റിന്റെ ഇത് വെച്ചിട്ട് പി ഗാമ ഡബിൾ ഡോട്ട് ഡോട്ട് പി ഗാമ ഡബിൾ ഡോട്ട് എഗെയിൻ നിങ്ങളത് ഇന്നർ പ്രോഡക്റ്റിന്റെ ട്രാൻസ്പോസ് വെച്ച് അപ്ലൈ ചെയ്യുക. എ ട്രാൻസ്പോസ് ബി എ ബി ഹോൾ ട്രാൻസ്പോസ് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണെന്നുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഈ രീതിയിൽ എഴുതാൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മോൾ ഇതിന്റെ കർവേച്ചർ ആണെന്ന് അർത്ഥം, ഇത് ക്യാപിറ്റൽ ഇതിന്റെ കർവേച്ചറുടെ സ്ക്വയർ. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും സെയിം കർവേച്ചർ ആണ് എന്നുള്ളതാണ് കിട്ടിയത്. കാരണം നമുക്കറിയാം കാപ്പ സ്ക്വയർ എടുക്കുമ്പോൾ രണ്ടിന്റെയും സ്ക്വയർ ഈക്വൽ ആയതുകൊണ്ട് കാപ്പ ഈക്വൽ ആകുമോ ചോദിച്ചാൽ ഇവിടെ കാപ്പ പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും സെയിം കർവേച്ചർ കാപ്പയാണെന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? അപ്പൊ ഇതില് ഈ ടി ഡോട്ട് ബൈ കാപ്പ എന്ന് പറഞ്ഞാൽ സ്മോൾ എൻ ആയിരിക്കും, രണ്ടുപേർക്കും സെയിം കർവേച്ചർ ആയതുകൊണ്ട്. അപ്പൊ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ പി എൻ ആണെന്ന് കിട്ടും. ഇനി അടുത്തത് ബി ഈക്വൽ ടു എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ബിയുടെ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ക്യാപിറ്റൽ ടി ക്രോസ് എൻ ആയിട്ട്. സോ ക്യാപിറ്റൽ ബി ആണ് നോക്കുന്നത് അല്ലെ, അപ്പൊ അതായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ടി ക്രോസ് പി എൻ ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ പി ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ പി വി ക്രോസ് പി ഡബ്ല്യുവിനെ ഈ രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് നമുക്കൊരു റിസൾട്ട് ഉണ്ട്. അപ്പൊ അതിവിടെ അപ്ലൈ ചെയ്താല് പി ഓർത്തോഗണൽ മെട്രിക്സ് ആണല്ലോ, ഇറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് പി ഇൻറ്റു പി ഓഫ് ടി ക്രോസ് എൻ. പി ഓർത്തോഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് ഡിറ്റർമിനന്റ് പിക്ക് രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ. കാരണം പി ട്രാൻസ്പോസ് പി 1 ആണ്, അല്ല ഐഡന്റിറ്റി ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് പി ട്രാൻസ്പോസ് പി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐ വിച്ച് ഈസ് 1. സോ ഡിറ്റർമിനന്റ് ഓഫ് പി ട്രാൻസ്പോസ് പിന് ഡിറ്റർമിനന്റ് ഓഫ് പി ട്രാൻസ്പോസ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് പി 1 ആണ്. പി ട്രാൻസ്പോസിനും പിക്കും സെയിം ഡിറ്റർമിനന്റ് ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് പി ദ ഹോൾ സ്ക്വയർ 1 ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് പി പ്ലസ് ഓർ മൈനസ് 1 ആണെന്ന് അറിയാം. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പ്ലസ് ഓർ മൈനസ് പി ഇൻറ്റു ടി ക്രോസ് എൻ. ടി ക്രോസ് എൻ ആണ് ബി. അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് പി ബിയോ മൈനസ് പി ബിയോ ആയിരിക്കും. എം ഡയറക്റ്റ് ഐസോമെട്രി ആണെങ്കിൽ ഇത് പി ബി ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഡയറക്റ്റ് ഐസോമെട്രി ആണെങ്കിൽ ഡിറ്റർമിനന്റ് പി 1 ആയിരിക്കും എന്നുള്ളൊരു റിസൾട്ട് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ എക്സസൈസ് കംപ്ലീറ്റ് ആയി. അപ്പൊ ആ എക്സസൈസിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഇപ്പൊ ഇതൊക്കെയാണ്. അതായത് നമ്മളൊരു ഡയറക്റ്റ് ഐസോമെട്രി എം കൺസിഡർ ചെയ്താൽ ആ ഡയറക്റ്റ് ഐസോമെട്രി നിങ്ങൾ ഗാമയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജ് ഗാമ ഒരു യൂണിറ്റ് സ്പീഡ് കർവ് ആയിരിക്കുമെന്നും പിന്നെ അവരുടെ ടാൻജന്റും കാര്യങ്ങളും തമ്മിലുള്ള ഈ റിലേഷനും ഹോൾഡ് ചെയ്യും എന്നുള്ളതുമാണ്. അപ്പൊ ഇവിടെ ഞാൻ ഡയറക്റ്റ് ഐസോമെട്രി ആയി എടുക്കുന്നത് ടി ഓഫ് ഗാമ ടിൽഡ ഓഫ് എസ് നോട്ട് മൈനസ് ഗാമ ടിൽഡ ഓഫ് എസ് നോട്ട്, ഗാമ ഓഫ് എസ് നോട്ട്, കോമ്പോസിഷൻ റോ ഡാഷ്, കോമ്പോസിഷൻ റോ ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങളുടെ നേരത്തെ എമ്മും ഇതും എന്താ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അല്ല, രണ്ടുപേരും ഒന്നാണ്. കാരണം ഈ റോ ഡാഷ് റോ പറഞ്ഞാൽ റൊട്ടേഷൻ മെട്രിക്സ് ആണ്, റൊട്ടേഷൻ ആണ്. ഓക്കെ, ആ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് അപ്പുറത്തൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നേരത്തെ പിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇയാളുടെ ഒന്നായി കാണാം. ദെൻ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ആ ട്രാൻസ്ലേഷനാണ്. പ്ലസ് എ എന്ന് എഴുതിയില്ലേ, അതിന് പകരം എയുടെ സ്ഥാനത്ത് ഈ വാല്യൂ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു ടി വി പ്ലസ് എ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ നൊട്ടേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ ഒരു സർക്കിളിന്റെ ഒരു പ്രോബ്ലം ഇതുപോലെ ചെയ്തതിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതേ നൊട്ടേഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ എയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ ആളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ ആദ്യം ഗാമ ഓഫ് എസ് നോട്ട് എന്താണെന്ന് നോക്കാം. ഗാമ ഓഫ് എസ് നോട്ട് കാണണമെങ്കിൽ എം ഓഫ് ഗാമ ഓഫ് എസ് നോട്ട് കാണണം. ദാറ്റ് ഈസ് ഈ ടി ഓഫ് ഗാമ ടിൽഡ ഓഫ് എസ് നോട്ട് മൈനസ് ഗാമ ഓഫ് എസ് നോട്ട് കോമ്പോസിഷൻ റോ ഡാഷ് കോമ്പോസിഷൻ റോ ഓഫ് ഗാമ ഓഫ് എസ് നോട്ട് കാണണം. റോ ഓഫ് ഗാമ ഓഫ് എസ് നോട്ടും നിങ്ങൾ നേരത്തെ വരച്ച നിങ്ങളുടെ റോയും റോ ഡാഷും എല്ലാം റൊട്ടേഷൻസ് ആണ്. ആ റൊട്ടേഷൻസ് ശരിക്കും നിങ്ങളുടെ ആദ്യത്തെ ഈ റോയുടെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടി ഓഫ് എസ് നോട്ടിനെ ടി ടിൽഡയ്ക്ക് കൊണ്ടുപോകണം. ഈ ടി ഓഫ് എസ് നോട്ടിനെ എങ്ങനെയാണ് വരച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഗാമ ഓഫ് എസ് നോട്ടിലുള്ള ടാൻജന്റ് വെക്ടറാണ്.
അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ ഒറിജിനെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് അവിടെ ഫിക്സഡ് ആണ്, അതിനെ ചുറ്റുമുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ ഒരു പോയിന്റിനെ ഞാൻ ഒറിജിനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ പോയിന്റിന് ഞാൻ ഒറിജിനായി എടുത്താൽ എൻ്റെ റൊട്ടേഷൻസ് ഒക്കെ ഈ രീതിക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും താഴേക്കൊക്കെയാണ്. പക്ഷെ ഈ പോയിന്റ് അവിടെ മാറുണ്ടോ? ഇല്ല. അപ്പൊ അതേപോലെ ഒരു കൺസെപ്റ്റാണ് ഇവിടെ. നിങ്ങളുടെ ഗാമ ഓഫ് എസ് നോട്ട് എന്ന് പറയുന്ന ഇതിൽ നിങ്ങൾ എന്ത് റൊട്ടേഷൻ അപ്ലൈ ചെയ്താലും ആ പോയിന്റിനെ കുത്തി വെച്ചുകൊണ്ട് ആ പോയിന്റിൽ വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം. അപ്പൊ ആ പോയിന്റിന് മാറ്റൂല, അതങ്ങനെ ഫിക്സഡ് ആയി തന്നെ നിൽക്കും. അപ്പൊ നിങ്ങളുടെ റോ ഡാഷ് കോമ്പോസിഷൻ റോ ഓഫ് ഗാമ ഓഫ് എസ് നോട്ട് ശരിക്കും ഗാമ ഓഫ് എസ് നോട്ട് ആണ് വരിക. പിന്നെ അതിൽ നിങ്ങൾ ഇതും കൂടി കൊടുത്തു കഴിയുമ്പോൾ പ്ലസ് എ എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഗാമ ഓഫ് എസ് നോട്ട് പ്ലസ് ഗാമ ടിൽഡ ഓഫ് എസ് നോട്ട് മൈനസ് ഗാമ ഓഫ് എസ് നോട്ട്. അപ്പോൾ ഗാമ ഓഫ് എസ് നോട്ട് വെട്ടിപ്പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗാമ ടിൽഡ ഓഫ് എസ് നോട്ട് എന്ന് കിട്ടും. ഇനി നിങ്ങളുടെ അവിടുത്തെ ടിയും എന്നും ബിയും നിങ്ങളുടെ ഈ മെട്രിക്സ് ഈ സാധനം എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നനുസരിച്ച്, അതായത് പിയുടെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് റോ ഡാഷ് കോമ്പോസിഷൻ റോ ആണ്, ഇക്വാലന്റ് ആണെന്ന് പറയുക. അവിടുത്തെ ഓർത്തോഗണൽ മെട്രിക്സും ഇവിടെ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയി നിങ്ങൾക്ക് ഒരു മെട്രിക്സും കാണാം. അപ്പൊ നിങ്ങളുടെ ശരിക്കും ടി ഓഫ് എസ് നോട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ എഴുതിയതുപോലെ എഴുതിയാൽ നിങ്ങൾക്ക് റോ ഡാഷ് കോമ്പോസിഷൻ റോ ഓഫ് ടി ഓഫ് എസ് നോട്ട് എന്താണെന്ന് അറിയാം. ടി ടിൽഡ് ഓഫ് എസ് നോട്ട് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ ക്യാപിറ്റൽ ടീനെ പി ടി എന്ന് കൊടുക്കുന്നതിന് പകരം ഇവിടെ എന്ത് കൊടുക്കും? ഗാമ ടിൽഡ ഓഫ് എസ് നോട്ട് എന്ന് കൊടുക്കും. മനസ്സിലായോ? അതെങ്ങനെയാണ് വന്നത്? അവിടുത്തെ പിക്ക് ഇക്വാലന്റ് ആണ് ഇയാൾ, അത് വെച്ചിട്ട്. ഓക്കെ. സിമിലർലി എന്നും ബിയും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട്, അതെന്തിനാണെന്നുള്ളത് വഴിയേ നിങ്ങൾക്കറിയാം. എ ഓഫ് എസ് എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഞാൻ ഈ ഒരാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ പോയിന്റ് എസ് നോട്ട് ഞാൻ എ ഓഫ് എസ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടി ഓഫ് എസ് ടി ടിൽഡ് ഓഫ് എസ് നോട്ട് ടി ഓഫ് എസ് നോട്ട് ഈ രീതിയിൽ വരും. ഇപ്പം നമ്മൾ കണ്ടു അറ്റ് എസ് നോട്ട് ടി ടിൽഡയും ക്യാപിറ്റൽ ടി ഓഫ് എസ് നോട്ടും സെയിം ആണ്. അപ്പോൾ അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ എന്നും ക്യാപിറ്റൽ ബിയും ഒക്കെ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പം നോം എടുക്കുന്നത് പോലെയാണ് അല്ലേ? എ ഡോട്ട് എ നോം എ സ്ക്വയർ ദാറ്റ് ഈസ് നോം ടി ഓഫ് എസ് നോട്ട് സ്ക്വയർ വിച്ച് ഈസ് 1. 1 + 1 + 1 3 ആണ് എന്നുള്ളത് കിട്ടും. ഇനി നമുക്കറിയാം ടി ടിൽഡയും ക്യാപിറ്റൽ ടിയും എടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം എ ഡോട്ട് ബി പറഞ്ഞാൽ നോം എ നോം ബി കോസ് തീറ്റ എന്നാണ് വരിക. ഇവിടെ നിങ്ങൾ എടുത്ത ടി ടിൽഡയും ടിയും യൂണിറ്റ് ആയതുകൊണ്ട് നോമുകൾ 1 ആയി പോയാൽ കോസ് തീറ്റ ആയിരിക്കും റിസൾട്ടന്റ് വരിക. അപ്പൊ കോസ് തീറ്റയുടെ വാല്യൂ നമുക്കറിയാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോ അതിൽ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പോയി ഈക്വൽ ടു 1 വരണമെങ്കിൽ ഈ രണ്ടുപേരും ഒന്നായേ പറ്റൂ, ടി ടിൽഡയും ടിയും. കാരണം ഇപ്പൊ നേരത്തെ നമ്മൾ എടുത്തതിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരിക. ഈക്വൽ ടു 1 വരണമെങ്കിൽ കോസ് തീറ്റ 1 കിട്ടണം. കോസ് തീറ്റ 1 കിട്ടുക തീറ്റ 0 ആകുമ്പോഴാണ്. എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ ആ ടിയും ടി ടിൽഡയും തമ്മിലുള്ള ആംഗിൾ 0 ആണെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണെന്നും അറിയാം. സാധാരണ രണ്ട് വെക്ടേഴ്സ് ഒരേപോലെയാണ് ഒരേ ഡയറക്ഷനിലാണെന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ 0 കൂടി ആകുമ്പോൾ അവർ പരസ്പരം പാരലൽ വെക്ടേഴ്സ് പോലെയാണ്. അപ്പോൾ ഒന്നിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എഴുതാം. ഇവിടെ എഴുതുന്ന മൾട്ടിപ്പിൾ പോസിറ്റീവ് മൾട്ടിപ്പിളും കൂടി ആയിരിക്കും. കാരണം രണ്ടുപേരും ഒരേ ഡയറക്ഷനാണ്. ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് മൾട്ടിപ്പിൾസും കൂടി വരിക. എയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കുമല്ലോ -a, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്. സോ അവിടെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ അങ്ങനെ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ സം കെ ഇൻറ്റു ടി ടിൽഡ ആണെന്ന് എടുത്താൽ ആ കെ പോസിറ്റീവും കൂടി ആകുമ്പോൾ നോം കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും നോം 1 കിട്ടണം. നോം ടി 1 ആണ്. അതുപോലെ നോം ടി ടിൽഡയും 1 ആയതുകൊണ്ട് നോം ടി എന്ന് പറയുമ്പോൾ ഇവിടെ നോം കെ ടി ടിൽഡ പറയാം. ദാറ്റ് ഈസ് മോഡ് കെ ഇൻറ്റു ടി ടിൽഡ ആണ്. നോം ടി ടിൽഡ ആണ് പറയാം. നോം ടി ടിൽഡ 1 ആയി. അപ്പം മോഡ് കെ 1 ആയേ പറ്റൂ. കാരണം നോം ടി വലിയ ക്യാപിറ്റൽ ടി 1 ആണ്. അപ്പോൾ ഈ മോഡ് കെ എന്ന് പറയുമ്പോൾ കെ പോസിറ്റീവ് ആയതുകൊണ്ട് മോഡ് കെ എന്ന് പറഞ്ഞാൽ കെ തന്നെയാണ്, കെ 1 ആണെന്ന് കിട്ടും. എന്ന് വെച്ചാൽ ടിയും ടി ടിൽഡയും സെയിം ആണെന്ന് കിട്ടും. അപ്പോൾ യൂഷ്വലി ഈ എ ഓഫ് എസിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ആ ഈക്വൽ ടു 3 ആവുന്നത് എപ്പോഴാണ്? ഇവരെല്ലാവരും സെയിം ആവുമ്പോൾ. അപ്പോഴാണ് ഇതിൽ ഓരോരുത്തരുടെയും ഇത് സെയിം ആവുമ്പോൾ 1 ആവുമ്പോൾ അവർ ഓരോരുത്തരും 1 ആവുന്നത് അവർ ഈക്വൽ ആവുമ്പോഴാണ്. അപ്പൊ നമ്മളിവിടെ എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ എ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നോക്കും. കാരണം എ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ
എ കോൺസ്റ്റന്റ് ആണ്, ഒരു പോയിന്റിൽ അയാളുടെ വാല്യൂ 3 ആണെന്ന് കിട്ടി, കോൺസ്റ്റന്റും കൂടിയാണെന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ 3 ആണെങ്കിൽ എല്ലാ പോയിന്റിലും 3 ആയേ പറ്റൂ. അപ്പൊ എ ഓഫ് എസും എപ്പോഴും 3 ആണെന്ന് കിട്ടും. എ ഓഫ് എസ് എപ്പോഴും 3 ആണെന്ന് പറഞ്ഞാൽ ഇവര് 3 പേരും സെയിം ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, കാരണം നമ്മുടെ ഇവിടെ എന്താ നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയത് എം ഓഫ് ഗാമ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗാമയാണെന്നാണ്. നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോണത് ആ ക്യാപിറ്റൽ ഗാമ എന്ന് പറഞ്ഞാൽ ഗാമ ടിൽഡ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അതാണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഈ കഥയൊക്കെ പറയണത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇനി എ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിലാണ്. അങ്ങനെ എ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ ഇവര് 3 പേരും ഈക്വൽ ആണെന്ന് കിട്ടും. ഇപ്പൊ ടി ടിൽഡ ടി ആണെന്ന് കിട്ടിയാൽ അർത്ഥം ഗാമ ടിൽഡ ഡോട്ടും ഗാമ ഡോട്ടും സെയിം ആണ് എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇവര് ഫോർ ഓൾ പോയിന്റ്സ് അല്ലെ. അപ്പൊ ഗാമ ടിൽഡ ഡോട്ട് മൈനസ് ഗാമ ഡോട്ട് എന്താണ്? 0 ആണ് എന്നർത്ഥം. ഡെറിവേറ്റീവ് 0 ഹോൾ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാലോ, അത് 0 ആണെന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കോൺസ്റ്റന്റ് ആണ് എന്നർത്ഥം അല്ലെ. അപ്പോൾ ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ടിൽഡ ഓഫ് എസ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ഇനി ആ കോൺസ്റ്റന്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ എഗെയിൻ എസ് നോട്ട് എന്നുള്ള പോയിന്റിൽ എന്താ വാല്യൂ എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് വരും? ഗാമ ടിൽഡ ഓഫ് എസ് നോട്ട് മൈനസ് ഗാമ ഓഫ് ക്യാപിറ്റൽ ഗാമ ഓഫ് എസ് നോട്ട്. അയാൾ ആരാ? 0 ആണ്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഇതാ ഇവിടെ ഉണ്ട്, ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. സോ നിങ്ങൾക്ക് ആ ഡിഫറൻസ് 0 ആയി പോവും. അപ്പോൾ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് അത് 0 ആണ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ് കിട്ടിയത്. അപ്പൊ എല്ലാ പോയിന്റിലും സംഭവം ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എല്ലാ പോയിന്റ്സിലും ഇവരെന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ 2 കർവും സെയിം ആണെന്ന് കിട്ടും. അപ്പൊ എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ കോൺസ്റ്റന്റ് ആണെങ്കിലാണ് ഈ കഥയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത്. എ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് പ്രൂവ് ചെയ്യണം? എ ഡോട്ട് 0 ആണെന്ന്. അപ്പൊ എ ഡോട്ട് എടുക്കുക. എ എന്ന് പറഞ്ഞൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ നിങ്ങൾ ഡോട്ട് എടുക്കുക. ഡോട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഫ്രെനറ്റ്-സെററ്റ് ഇക്വേഷൻസ് അതിനിടയിൽ ഇട്ട് കൊടുത്ത് നിങ്ങൾ ബ്രാക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ ഓരോ ടേമുകളും ക്യാൻസൽ ആയി പൊക്കോളും. ഓക്കെ, അതായത് ഇവിടെ ടി ടിൽഡയ്ക്ക് പകരം ഫ്രെനറ്റ്-സെററ്റ് ഇക്വേഷനിലെ ടി ടിൽഡ ഡോട്ടിന് പകരം കാപ്പ എൻ ടിൽഡ, അങ്ങനെ ഓരോന്നും ഇട്ട് കൊടുത്ത് ആ ഡോട്ടിന് ഉള്ളവരെയൊക്കെ റീപ്ലേസ് ചെയ്ത് ഫ്രെനറ്റ്-സെററ്റ് ഇക്വേഷൻ ഉള്ള ആളുകളെ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ഡോട്ട് 0 ആണ്, അഥവാ എ കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടും. എന്ന് വെച്ചാൽ ആദ്യത്തെ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു എന്നർത്ഥം. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് 2 സ്മൂത്ത് ഫങ്ഷൻസ് ആണ് കെയും ടിയും തന്നിട്ടുള്ളതെങ്കിൽ അയാള് കർവേച്ചറും ടോർഷനും വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു കർവ് കണ്ടെത്താൻ പറ്റും R3 എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുക. ഈ സെറ്റ് ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുക വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ. ടി ഓഫ് എസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഐ ആണ്, എൻ ഓഫ് എസ് നോട്ട് പറഞ്ഞാൽ ജെ ആണ്, ബി ഓഫ് എസ് നോട്ട് എന്ന് പറഞ്ഞാൽ കെ ആണ്. അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്കൊരു സിസ്റ്റം ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആക്കി കാണുകയാണെങ്കിൽ ടി ഡോട്ട് എൻ ഡോട്ട് ബി ഡോട്ട് എന്നുള്ളൊരു മെട്രിക്സ് ഈക്വൽ ടു ഈ ഒരു മെട്രിക്സ് എ ഇൻറ്റു ടി എൻ ബി ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ ഈ മുകളിലുള്ള ആളെ. അങ്ങനെ എഴുതിയാൽ നമുക്കറിയാം എക്സ് ഡാഷ് ഈക്വൽ ടു എ എക്സ് എന്നുള്ളൊരു സിസ്റ്റം കൺസിഡർ ചെയ്താൽ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന് അകത്ത ഓരോ എൻട്രീസും കണ്ടിന്യൂസ് ആണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഒരു യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ODE-യിൽ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു റീസണിങ് വെച്ചിട്ട് ഈ മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ഇതിനകത്തുള്ള കെയും ടിയും എല്ലാം സ്മൂത്ത് ഫങ്ഷൻസ് ആണ്, അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആണ് എല്ലാവിടെയും. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് ടി ഓഫ് എസ് നോട്ട് ഈസ് ഐ, എൻ ഓഫ് എസ് നോട്ട് ഈസ് ജെ ആൻഡ് ബി ഓഫ് എസ് നോട്ട് ഈസ് കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന യുണീക്കായ ടി ഓഫ് എസ്, എൻ ഓഫ് എസ്, ബി ഓഫ് എസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എക്സസൈസിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത ഈ ഒരു മെട്രിക്സ് സിസ്റ്റത്തിലെ ഒരു പോയിന്റിൽ ഇവർ 3 പേരും ഓർത്തോഗണലാണ് അല്ലെ. ഈ മെട്രിക്സ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഒരു പോയിന്റിൽ എസ് നോട്ട് എന്നുള്ള പോയിന്റിൽ ഇവർ ഓർത്തോഗണൽ ആണെങ്കിൽ ത്രൂ ഔട്ട് ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻസ് ആയ ടിയും എന്നും ബിയും പരസ്പരം ഓർത്തോഗണൽ ആയിരിക്കും എന്നും കൂടി, ഓർത്തോഗണൽ മാത്രമല്ല ഓർത്തോ നോർമൽ ആയിരിക്കും എന്നുള്ള ഒരു റിസൾട്ടും കൂടി ഉണ്ട്. അതൊരു എക്സസൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതും ഇനി നമ്മൾ പ്രൂവ് ചെയ്താൽ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ട് തൽക്കാലം അത് അവിടെ വയ്ക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രൂഫ് ചേർക്കാം.
ഓക്കെ, അപ്പൊ ആ രീതിക്കാണ് ടിയും എന്നും ബിയും ഇവിടെ ഓർത്തോ നോർമലും കൂടിയാണ് എന്നുള്ളത് ആ ഒരു എക്സസൈസിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് ഒരു പോയിന്റിൽ ഓർത്തോ നോർമൽ ആയാൽ എല്ലാ പോയിന്റിലും ഈ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ സിസ്റ്റത്തിന് കിട്ടുന്ന സൊല്യൂഷൻസ് ഓർത്തോ നോർമൽ ആയിരിക്കും എന്നാണ് പറയുക. അപ്പൊ നമ്മൾ ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. ഗാമ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഒരു കർവ് ഡിഫൈൻ ചെയ്യാണ് ഈ രീതിയിൽ. അപ്പൊ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം, ഗാമ ഡോട്ട് എന്താ കിട്ടുക, ക്യാപിറ്റൽ ടി കിട്ടും. ക്യാപിറ്റൽ ടി ഇവിടെ കണ്ടുപിടിച്ച ക്യാപിറ്റൽ ടി ഓർത്തോ നോർമൽ ആണെന്ന് പറയുമ്പോൾ ആ ഇതിന്റെ നോമ് 1 ആണെന്നാണ് അർത്ഥം. അപ്പൊ ടി യൂണിറ്റ് വെക്ടർ ആണെന്ന് കിട്ടും. അഥവാ നിങ്ങളുടെ ഈ ഗാമ യൂണിറ്റ് സ്പീഡ് ആണെന്ന് കിട്ടുമല്ലോ. ഗാമ ഡോട്ട് ടി ആണ്, നോം ഗാമ ഡോട്ട് 1 ആവുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ആള് ഒരു യൂണിറ്റ് സ്പീഡ് കർവാണ് എന്നുള്ളത് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ കർവിന്റെ കർവേച്ചർ കെ ആണ് എന്നാണ്. അപ്പൊ കർവിന്റെ കർവേച്ചർ പറഞ്ഞാൽ നോം ഗാമ ഡബിൾ ഡോട്ട് അഥവാ നോം ഓഫ് ടി ഡോട്ട്. ടി ഡോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് കാപ്പ എൻ ആണ്, കാരണം ഇതിന്റെ സൊല്യൂഷൻ ഒക്കെ വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പൊ കെ എൻ ആണ്, അപ്പൊ നോം കെ എൻ ആണ് എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് മോഡ് കെ ഇൻറ്റു നോമൻ. നോമൻ യൂണിറ്റ് വെക്ടർ ആണ്, എൻ യൂണിറ്റ് വെക്ടർ ആണ്, ഓർത്തോ നോർമൽ പറഞ്ഞു. അപ്പൊ നോമൻ 1 ആയി പോകും. ഇനി കെ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്കറിയാം. സോ മോഡ് കെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നോം ടി ഡോട്ട് എന്ന് പറയുന്നത് കെ ആണ്, അഥവാ കെ എന്ന് പറയുന്നത് കർവേച്ചർ ആണെന്ന് കിട്ടും. നമ്മളെ യൂണിറ്റ് സ്പീഡ് കർവാക്കി കഴിഞ്ഞാൽ നോം ഗാമ ഡബിൾ ഡോട്ട് ദാറ്റ് ഈസ് നോം ടി ഡോട്ട് ഈസ് യുവർ കർവേച്ചർ. സോ ഇവിടെ കെ ആണത് എന്ന് കിട്ടി. അപ്പൊ കർവേച്ചർ ഈ കർവിന്റെ കെ ആണ് എന്നുള്ളത് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ ടോർഷൻ ടി ആണെന്ന് പറയണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓക്കെ, ടോർഷൻ ടി ആണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ, അഥവാ എൻ ഈക്വൽ ടു ടി ഡോട്ട് ബൈ കെ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ എൻ ആയ യൂണിറ്റ് വെക്ടർ ശരിക്കും ആരാണ്, പ്രിൻസിപ്പൽ നോർമൽ ആണ്. അതാണല്ലോ നമ്മുടെ പ്രിൻസിപ്പൽ നോർമലിന്റെ ഡെഫിനിഷൻ. അപ്പോൾ ടി ടാൻജന്റ് വെക്ടറായി, എൻ യൂണിറ്റ് നോർമലായി, അതായത് പ്രിൻസിപ്പൽ നോർമലായി. ഇനി നമുക്ക് ബീനെ ഡിഫൈൻ ചെയ്യാം. നമുക്കറിയാം ഓൾറെഡി ടിയും എന്നും പെർപെൻഡിക്കുലർ ആയ ആളാണ് ബി എന്നുള്ളതും ബി യൂണിറ്റ് വെക്ടർ ആണെന്നുള്ളതും അറിയാം. അപ്പൊ ശരിക്കും ബി ഈക്വൽ ടു സം ടി ലാംഡ ടി ക്രോസ് എൻ. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാലോ, അതുകൊണ്ടാണ് ഇവിടെ ഈ രീതിയിൽ പറഞ്ഞത് ലാംഡ ടി ക്രോസ് എൻ. വേറെ ലാംഡ എന്ന് പറയുന്നത് സ്മൂത്ത് ഫംഗ്ഷൻ ആണ് ഓഫ് എസ് ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ഫോർ ഓൾ എസ്. അത് നമുക്കറിയാം. അപ്പൊ ഈ ഇതില് നിങ്ങൾ S0 എന്നുള്ള പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നത് എന്താന്ന് വെച്ചാൽ ലാംഡയുടെ വാല്യൂ 1 ആണ് എന്ന് കിട്ടും. എന്താ കാരണം എന്ന് നോക്കാം. ബി അപ്പോൾ S0 ഇവാലുവേറ്റ് ചെയ്താൽ N ഓഫ് S0 എന്താ ഇത് അവിടെ തന്നിട്ടുണ്ട്, J ആണ്. T ഓഫ് S0 I ആണ്. ഇത് ബി ഓഫ് S0 കെ യു ആണ്. അപ്പൊ കെ ഈക്വൽ ടു ലാംഡ S0 I ക്രോസ് ജെ എന്ന് കിട്ടും. അപ്പൊ ആ ലാംഡ S0 1 ആയാലല്ലേ ഇത് ഹോൾഡ് ചെയ്ത് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും ലാംഡ ഓഫ് S0 1 ആണ്. ലാംഡ സ്മൂത്ത് ആയതുകൊണ്ട് അത് പ്ലസ് ഓർ മൈനസ് 1 ആണ് ആവാൻ സാധ്യത. അപ്പോൾ അത് 1 ആണെന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് 1 ആയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ അഗെയിൻ നമ്മുടെ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വെച്ച് കോൺട്രഡിക്ഷൻ കൊണ്ടുവരാൻ പറ്റും സ്മൂത്ത്നെസ്സിന്. അപ്പോൾ ഈ എന്താ നിങ്ങൾക്ക് കിട്ടുക, സ്മൂത്ത്നെസ്സിനല്ല, അതായത് സ്മൂത്ത് ഫംഗ്ഷൻ ആയതുകൊണ്ട് നിങ്ങൾ 2 വാല്യൂ എടുക്കുമ്പോൾ ഇടയിൽ 0 ആവുന്നു കിട്ടും. പക്ഷെ ഒരിക്കലും ഇടയിൽ 0 ആവില്ല. കാരണം നിങ്ങളുടെ വെക്ടർ ഒരിക്കലും 0 വെക്ടർ ആവില്ല ബി, കാരണം അത് യൂണിറ്റ് വെക്ടർ ആണ്. ആ റീസണിങ് ഒക്കെ അഗെയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും ലാംഡ ഓഫ് എസ് എല്ലാവിടെയും 1 ആണ്, അഥവാ ബി എന്ന് പറഞ്ഞാൽ ടി ക്രോസ് എൻ ആണ് എന്ന് കിട്ടും, അഥവാ ബി ബൈനോർമൽ ആണെന്ന് കിട്ടും. അപ്പൊ ബി ബൈനോർമൽ വെക്ടർ ആണെങ്കിൽ ബി ഡോട്ട് ഈക്വൽ ടു മൈനസ് ടി എൻ, ഇതല്ലേ നമ്മുടെ അങ്ങനെ വരുന്ന ഈ ടീനെ അല്ലേ നമ്മൾ ടോർഷൻ എന്ന് ഡിഫൈൻ ചെയ്തത്. അപ്പൊ ആ ഒരു പോയിന്റും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ തരത്തിൽ ഗാമയെ ഡിഫൈൻ ചെയ്താൽ ഇതിന്റെ കർവേച്ചർ കെയും ടോർഷൻ ടിയും ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയാണ് തിയറം 2.3.6 പറയാനായിട്ടുള്ളത്. താങ്ക് യു.